പ്രിയധികാര സുഹൃത്തുക്കളെ, ഏവർക്കും PSC റെനൈസൻസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, PSCയുടെ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. PSC റീസെൻ്റായി ചോദിച്ച നവോത്ഥാന മേഖലയിലെ ചോദ്യങ്ങളിൽ മിക്കവാറും PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിച്ചത് ഇത്തരം ചോദ്യമായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്ന സൂചനകളിൽ നിന്ന് നവോത്ഥാന നായകനെ തിരിച്ചറിയുക. അതിൽ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റിച്ച ഒരു ചോദ്യമായിരുന്നു, ഏറ്റവും കൂടുതൽ പേർ അന്വേഷിച്ച ഒരു ചോദ്യമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒന്നാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ ആരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം, അല്ലെ? ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ചവരെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒന്നാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ എന്ന് നമ്മൾ വിളിക്കുക. ആരൊക്കെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശിഷ്യനായ ആരാണ്? ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ വിദേശി ശിഷ്യനായ ഏണസ്റ്റ് ക്രിക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമിയായി കണക്കാക്കുന്ന ബോധാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുവിൽ നിന്ന് അവസാനം ശിഷ്യത്വം സ്വീകരിച്ച സ്വാമി ആനന്ദ തീർത്ഥനും ശ്രീനാരായണ ഗുരുവിൻ്റെ സുഹൃത്തും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഡോക്ടർ പൽപുവിൻ്റെ മകനുമായ നടരാജഗുരു. പ്രധാനപ്പെട്ട ഈ 5 പേരാണ് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ചത്. ഈ 5 പേരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് നടരാജഗുരു എന്ന് പറയുന്ന വ്യക്തിത്വമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് എന്ത് ചെയ്തു? ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരു തന്നെ. കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ആശയപ്രചരണമായിരുന്നു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഏകദൈവ വിശ്വാസം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ലോകമൊട്ടാകെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബ്രഹ്മവിദ്യ അഥവാ തിയോസഫിക്കൽ ബ്രഹ്മവിദ്യ എന്ന ആശയം അഥവാ ഏകദൈവ വിശ്വാസം എന്ന ആശയം പ്രചരിപ്പിക്കാനായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തന മണ്ഡലമായ വർക്കല ശിവഗിരിയിൽ 1963 ഒരു ആശ്രമം ആരംഭിക്കുകയാണ് നടരാജഗുരു. ആ ആശ്രമത്തിൻ്റെ പേര് ബ്രഹ്മവിദ്യ മന്ദിരം എന്നായിരുന്നു. അപ്പോൾ ബ്രഹ്മവിദ്യ മന്ദിരം 1963 വർക്കല ശിവഗിരിയിൽ ആരംഭിച്ചത് നടരാജഗുരു. എന്തിനു വേണ്ടിയിട്ടാ? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ നടരാജഗുരുവിൻ്റെ ശിഷ്യനും അതേസമയം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തെയാണ് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ എന്ന് വിളിക്കുക. കേട്ടോ, നടരാജഗുരുവിൻ്റെ ശിഷ്യൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നടരാജഗുരു പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് നീലഗിരി അഥവാ ഊട്ടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനും പ്രവർത്തിക്കുന്ന ഇവിടെ തന്നെ ആയിരിക്കും, നീലഗിരി അഥവാ ഊട്ടിയിൽ തന്നെ. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ അഥവാ നടരാജഗുരുവിൻ്റെ ശിഷ്യനായ ഈ വ്യക്തി ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ വാകയാർ എന്ന സ്ഥലത്ത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു. രമണ മഹർഷിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ നാം വിളിക്കുന്ന പേരിലേക്ക് മാറുക. രമണ മഹർഷിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ നമ്മുടെ ജയചന്ദ്ര പണിക്കരോട് രമണ മഹർഷി ആവശ്യപ്പെട്ടു ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ആരുടെ അടുക്കിലേക്ക് പോവുക? ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന നടരാജഗുരുവിൻ്റെ അടുക്കിലേക്ക് പോവുക. അങ്ങനെ രമണ മഹർഷിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച ജയചന്ദ്ര പണിക്കർ തുടർന്ന് ആരുടെ ശിഷ്യനായി മാറുകയാണ്? നടരാജഗുരുവിൻ്റെ ശിഷ്യനായിട്ട്. നടരാജഗുരുവിൻ്റെ ആശ്രമം എവിടെയാണ്? നമുക്കറിയാം, ഊട്ടി അഥവാ നീലഗിരിയിലാണ്, അല്ലേ? അങ്ങനെ ഇദ്ദേഹം, നമ്മുടെ ജയചന്ദ്രൻ പണിക്കർ അവിടെ എത്തിച്ചേർന്ന് ഊട്ടിയിൽ ഇദ്ദേഹത്തിൻ്റെതായ ഒരു ആശ്രമം ആരംഭിക്കുന്നു. ആ ആശ്രമത്തിൻ്റെ പേരാണ് ഫെൻ ഹിൽ എന്ന പേരിൽ അറിയപ്പെടുക. കേട്ടോ, ഇനി ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഞാൻ നിങ്ങളോട് പറയാം. ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് സ്വാമി നിത്യ ചൈതന്യ യതി എന്നാണ്. ഓക്കെ, അപ്പോൾ സ്വാമി നിത്യ ചൈതന്യ യതി ജനിച്ചത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ വാകയാർ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു. രമണ മഹർഷിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചപ്പോഴാണ് ജയചന്ദ്ര പണിക്കർ എന്ന പേര് മാറ്റി സ്വാമി നിത്യ ചൈതന്യ യതി എന്ന പേര് സ്വീകരിക്കുക. രമണ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം നടരാജഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. എവിടെ എത്തിച്ചേർന്ന? ഊട്ടി അഥവാ നീലഗിരിയിലെത്തി. തുടർന്ന് അവിടെ വാസമുറപ്പിക്കുകയാണ്, അല്ലേ? ഊട്ടിയിൽ സ്വാമി നിത്യ ചൈതന്യ യതി സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരാണ് ഫെൻഹിൽ. സ്വാമി നിത്യ ചൈതന്യ യതി പ്രചരിപ്പിച്ച ഒരു ആശയമായിരുന്നു വിശ്വപൗരൻ. അതായത് ഒരു വ്യക്തിക്ക് തുല്യം ആ വ്യക്തി മാത്രമാണ്. കാരണം
ഒരു വ്യക്തിയെ മാറ്റി മറ്റൊരു വ്യക്തിയെ പുനഃസ്ഥാപിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി എൻ്റെ അച്ഛനും അമ്മയ്ക്കും മകനാണ്. ആ ഒരു മകൻ എന്ന സ്ഥാനം വേറെ ആർക്കെങ്കിലും പുനഃപ്രതിഷ്ഠിക്കാൻ കഴിയുമോ? വേറെ ആർക്കെങ്കിലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കടമ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹത്തെക്കാളും വലിയവനോ ചെറിയവനോ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ എല്ലാ ജനങ്ങളും തുല്യരാണ്. ആരും ആരെക്കാളും വലിയവനുമോ ആരെക്കാളും ചെറിയവനുമോ അല്ല എന്നാണ് ആര് പഠിപ്പിക്കുക? സ്വാമി നിത്യചൈതന്യദേവി. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും തുല്യരാണ്. ആരും മറ്റുള്ളവരെക്കാൾ വലിയവനോ ചെറിയവനോ അല്ല. അവരവരുടെ കടമ കൊണ്ട് എല്ലാവരും ഉന്നതരാണ് എന്ന ആശയപ്രചരണമാണ് വിശ്വപൗരൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് നടരാജഗുരു വർക്കല ശിവഗിരിയിൽ എന്താരംഭിച്ചു? ബ്രഹ്മവിദ്യാ മന്ദിരം ആരംഭിച്ചിരുന്നു അല്ലേ? 1963 ബ്രഹ്മവിദ്യാ മന്ദിരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏക ദൈവവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആശയമാണ്. അതേ ആശയം പിന്തുടർന്നുകൊണ്ട് നമ്മുടെ സ്വാമി നിത്യചൈതന്യദേവി എന്ത് ചെയ്തു? ബ്രഹ്മവിദ്യ ഈസ്റ്റ് വെസ്റ്റ് സർവകലാശാല സ്ഥാപിച്ചു. ബ്രഹ്മവിദ്യ ഈസ്റ്റ് വെസ്റ്റ് സർവകലാശാല സ്ഥാപിച്ചു. അവിടെ ഒത്തിരി പേരെ പഠിപ്പിച്ചു ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ എന്ന് വിളിക്കണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് നേരിട്ട് ശിഷ്യത്വം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ശിഷ്യനായിരിക്കണം. അതേസമയം അദ്ദേഹം ആരുടെ ആശയങ്ങൾ തന്നെ പ്രചരിപ്പിക്കണം? ശ്രീനാരായണ ഗുരുവിൻ്റെ. ബ്രഹ്മവിദ്യ ഈസ്റ്റ് വെസ്റ്റ് സർവകലാശാല സ്ഥാപിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് കൊണ്ടാണ് സ്വാമി നിത്യചൈതന്യദേവിയെ നടരാജഗുരുവിൻ്റെ ശിഷ്യനാണ് എങ്കിൽ കൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കുക കേട്ടോ. സ്വാമി നിത്യചൈതന്യദേവിയുടെ ആത്മകഥ എന്താണ്? സിമ്പിളാണ്, യതിചരിതം. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? സ്വാമി നിത്യചൈതന്യദേവി ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ വാഗയാർ എന്ന സ്ഥലത്താണ്. യഥാർത്ഥ പേര് ജയചന്ദ്ര പണിക്കർ. രമണ മഹർഷിയിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം സ്വാമി നിത്യചൈതന്യദേവി എന്നറിയപ്പെട്ടു. രമണ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം നടരാജഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന നീലഗിരിയിൽ അഥവാ ഊട്ടിയിൽ എത്തിച്ചേർന്ന് തുടർന്ന് ഊട്ടിയിൽ ഇദ്ദേഹം ഒരു ആശ്രമം ആരംഭിച്ചു. ആശ്രമത്തിന്റെ പേര് ഫേൺഹിൽ. ഇദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ച കാഴ്ചപ്പാട് എല്ലാവരും തുല്യരാണ് എന്ന ആശയം വിശ്വപൗരൻ എന്നറിയപ്പെടുന്നു. ബ്രഹ്മവിദ്യ എന്ന ആശയം പ്രചരിപ്പിക്കാനായിട്ട്, ഏകദൈവ വിശ്വാസം എന്ന ആശയം പ്രചരിപ്പിക്കാനായിട്ട്, ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ച ആശയം പ്രചരിപ്പിക്കാനായിട്ട് ബ്രഹ്മവിദ്യ ഈസ്റ്റ് വെസ്റ്റ് സർവകലാശാല സ്ഥാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട ശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ആത്മകഥയുടെ പേര് എന്താണ്? യതിചരിതം. മറക്കില്ലല്ലോ. അപ്പോൾ ഇത്രയും കൃത്യമായി പഠിക്കുക. നമ്മൾ മാക്സിമം 8 മിനിറ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചുറപ്പിച്ചു. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യപ്രകാരമാണ് എങ്കിൽ എന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരത്തിൽ മറ്റേതെങ്കിലും നവോത്ഥാന നായകന്മാർ എസ്പെഷ്യലി പ്രത്യേകിച്ച് ആരെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക. അത് പ്രകാരം നമുക്ക് വീഡിയോ പ്ലാൻ ചെയ്യാം. ഓക്കെ അല്ലേ? ബൈ. നാളെ കാണാം.